ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയെ ഇനി പ്രണവ് കഴുത്ത് ഞെരുക്കി കൊല്ലുന്നുണ്ട് കേട്ടോ, തൻ്റെ ഏട്ടന് കൊടുത്ത സ്വത്തുക്കളെ തിരിമറി നടത്തിയത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചാണ് റിവ്യൂ പറയുന്നത്. അങ്ങനെ ശിവാനി ഇങ്ങനെ ഒരു ദിവസം പാറുവും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു പോയല്ലോ ഈ ഒരു എപ്പിസോഡ്, തൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ ഏട്ടന് കൊടുക്കാൻ പോവാന്നുള്ള സത്യം അങ്ങനെ പറയുന്നുണ്ടല്ലോ. പിന്നീട് നാളെ തന്നെ എൻ്റെ ഏട്ടനെ കാണാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാറു പറയുന്നുണ്ട്, ഞാൻ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അത് പറ്റത്തില്ല അമ്മ, ഞാൻ തന്നെ എൻ്റെ ഏട്ടൻ്റെ അടുത്തോട്ട് പോകും. പ്രണവ് പറയാണ്, എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൂടി എനിക്ക് വേണം, അതുകൊണ്ട് അമ്മ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇങ്ങനെ പൂജാമുറിയിൽ കൊണ്ടുവെക്കുക എന്ന് പറയണ്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് പാറുവിന്. അങ്ങനെ പാറു ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും തൻ്റെ മകന് ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്ന ആ രംഗമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ആ പാലില് ശിവാനി എന്ത് ചെയ്യുന്നു, പ്രണവിന് ഉറക്കക്കുളിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശിവാനി ഇത് കൊടുക്കുന്നത് പ്രണവിനെ അറിയില്ല. അപ്പൊ പ്രണവ് എനിക്ക് ഈ പാല് വേണ്ട എന്നിങ്ങനെ പലവട്ടായി പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ പാൽ തിളപ്പിക്കുമ്പോൾ ശിവാനി അവിടെ ചെന്നിട്ട് ഞാൻ കൊണ്ടുകൊടുത്തോളാം പ്രണവിന് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, എനിക്ക് പാല് വേണ്ട ശിവാനി, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുള്ളത്, നീ കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം എനിക്ക് വേണ്ട, എനിക്ക് പാല് വേണ്ട എന്ന് വീണ്ടും ശിവാനി പറയണം. അത് പറ്റത്തില്ല, എൻ്റെ വയറ്റിലാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ പ്രണവിനോട് പറയണേ, ഞാൻ കുടിച്ചിരിക്കുന്നു പ്രണവ്, നീ കുടിക്കെന്ന് പറയണേ. അങ്ങനെ പ്രണവ് ആ പാല് കുടിച്ചതും പിന്നീട് കിടക്കുന്നതൊന്നും പ്രണവിന് ഓർമ്മയില്ല കേട്ടോ. ഇതേ സമയം ശിവാനി താൻ CKCക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ CKC ആരും അറിയാതെ വേറൊരു കുറച്ച് പേപ്പേഴ്സുകൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവാനി എന്ത് ചെയ്യുന്നു, ആരും അറിയാതെ പൂജാമുറിയിലോട്ട് കയറിയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് മാറ്റിയിട്ട് ഇങ്ങനെ CKC തന്ന ആ ഒരു പേപ്പറുകൾ അതിലോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ ഇതൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ അർദ്ധരാത്രിയിൽ പൂച്ചയെ പോലെ പമ്മി പമ്മി പതുക്കെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ സമയം പെട്ടെന്ന് പാറുവിന്റെ കണ്ണിൽ കേട്ടോ, നീ എന്താ ഈ ആ സമയത്ത് പൂജാമുറിയിൽ? എന്തോ ഉറക്കം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കണം എന്ന് തോന്നി. അതെ, അയ്യോ എനിക്ക് വയറ് വേദനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എടുത്തു കൊണ്ടുവരുമ്പോൾ അത് തൻ്റെ സാരിക്കുള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ നിന്റെ വയറിന് പറ്റിയത്? എനിക്കറിയില്ല വയറ് വേദനിക്കുന്നു, എന്നാൽ ഞാനൊന്ന് തടവിത്തരാം. അയ്യോ തടവേണ്ട, എനിക്ക് ഇക്കിളിയാവും. ഇതെന്താ ഈ പെണ്ണ് കളിച്ചിരി പറയാൻ നിൽക്കുന്നത്? ഇപ്പൊ ഇക്കിളിയൊന്നും വിഷയമല്ല, കാരണം നിന്റെ വയറ്റിൽ എൻ്റെ പ്രണവിന്റെ 2 കുഞ്ഞുങ്ങളല്ല, അതുകൊണ്ട് ഞാൻ തടവിത്തരാ എന്നൊക്കെയാണ് പറയട്ടോ. അത് വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം കുടിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങി കുടിച്ച് പെട്ടെന്ന് പോവാണ് കേട്ടോ. പിന്നീട് ഇതൊന്നും അറിയാതെ പിറ്റേ ദിവസം രാവിലെ പ്രണവ് തൻ്റെ അമ്മയുടെ അടുത്തോട്ട് വരട. അപ്പോൾ ഉടനെ തന്നെ പാറു പറയുന്നുണ്ട്, പൂജാമുറിയിൽ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ പേപ്പറുകൾ എടുത്തു പോ, എന്തായാലും എൻ്റെ കുഞ്ഞിന് ഇനി സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് നന്നായി, അവനെ നല്ല നിലയ്ക്ക് എത്തട്ടെ എന്നൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പേപ്പറുകൾ ഇങ്ങനെ പാറു തന്നെ തൻ്റെ കൈകൊണ്ട് എടുത്തു കൊടുക്കണം. എന്നാൽ പ്രണവാണെങ്കിലോ അതിനുള്ളിലിരിക്കുന്ന പേപ്പർ എന്ത് ഫയൽ അത് തന്നെയാണ്, പക്ഷെ ആ പേപ്പറുകൾ എന്ത് എന്നൊന്നും നോക്കാതെയാണ് കേട്ടോ പ്രണവ് ഗൗതമിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അങ്ങനെ ഗൗതം നേരെ ഇങ്ങനെ ഓഫീസിൽ ഈ കാര്യങ്ങളൊക്കെ ഭൂമി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സന്തോഷവാനായിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗതമിന് ഇനിയിപ്പോൾ നല്ലൊരു ബിസിനസ് തനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പെട്ടെന്ന് ഈശ്വര ഒരു വഴി തുറന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കും. പ്രണവ് കയറി വരുന്നത് കേട്ടോ. പ്രണവ് ഉടൻ തന്നെ ഇവിടെ ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ നിധി ചെല്ലുമ്പോൾ ഗൗതം പ്രണവാണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്രണവിനെ കണ്ട ഗൗതമിന് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. പ്രണവ് കയറിയിരിക്കെ, നീ എന്നെ തിരക്കി വന്നല്ലോ ഏട്ടാ, ഏട്ടനില്ലാത്ത ആ വീട് എന്തോ പോലെയാണ്, അവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവിക്കുന്നത്, അതുകൊണ്ട് ഏട്ടനെ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഗൗതം പറഞ്ഞു, ഇല്ലടാ, എനിക്ക് നിന്നെ ഒന്നും വേർപിരിയാൻ ഒരിക്കലും കഴിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരില്ല, ഇപ്പോൾ ഇങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും സ്വന്തം കാലിൽ ഞാനൊന്ന് നിൽക്കണമെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അതൊന്നും നടക്കട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ അടുത്തോട്ട് വരാമെന്ന് പറയാനിട്ടോ. ഉറപ്പാണോ ഏട്ടാ? അതെ ഉറപ്പാണ്, എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് ഏട്ടാ ഞാൻ ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഏട്ടൻ ഇത് ഒന്ന് ഒപ്പിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം പ്രണവിനോട്, ഇതെന്താ അതൊക്കെ ഏട്ടൻ വായിച്ചു നോക്കിയെന്ന് പറയുന്നത്. അങ്ങനെ ഗൗതം ആ ഒരു ഡോക്യുമെന്റ്സ് വായിച്ചു നോക്കുമ്പോൾ ഗൗതം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് അവിടെ നടക്കുന്നത് നിധിക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സംഭവമാണ്. അതായത് ഗൗതം പ്രണവിന്റെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തിനാണ് നീ ഇങ്ങനെ ചതി ചെയ്യുന്നത്? നിന്റെ ഭാര്യ
എന്നെ ചതിച്ച് ഞാനൊരു ദത്തുപുത്രനാണെന്ന് പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. പിന്നീട് അവൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നിൽ നിന്ന് സ്വത്തുക്കൾ വാങ്ങി കൊണ്ടുപോയി. പിന്നെ നീ വീണ്ടും എന്തിനാണ് അടുത്ത എഗ്രിമെന്റുമായി വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനിട്ട് അങ്ങനെ ആ പേപ്പറുകൾ പ്രണവിന്റെ മുഖത്തോട്ട് ഗൗതം ഒരൊറ്റ ഇറങ്ങേറിയാണ്. അപ്പോഴാണ് പ്രണവ് ആ പേപ്പറുകൾ എടുത്ത് വായിച്ചു നോക്കുന്നത്. അപ്പോഴതിലെഴുതിയിരിക്കുന്നത് ഗൗതമിന്റെ സ്വത്തുക്കളെല്ലാം പ്രണവിന്റെ പേരിലാക്കാനുള്ള അങ്ങനെ ഒരു എഗ്രിമെന്റ് ആയിരിക്കട്ടോ. ഇത് വായിക്കുന്ന പ്രണവ് ആകെ ഞെട്ടിപ്പോവാണ്. പ്രണവ് ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അങ്ങനെയല്ലല്ലോ എഴുതിയിരുന്നത്, അങ്ങനെയല്ലല്ലോ വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ആകെ ടെൻഷനായി ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇവിടെ അങ്ങനെ പ്രണവ് ആ സമയം ഗൗതമാണെങ്കിലും നീ മര്യാദക്ക് ഇറങ്ങിപ്പോ. അപ്പൊ നിധിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ നിധി ഉടൻ തന്നെ ഗൗതമിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ പ്രണവിനൊന്നും പറയല്ലേ, അവൻ്റെ നിസ്സഹായാവസ്ഥ എന്താണ് സംഭവിച്ചത്, അവൻ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കട്ടെ. മതി നിധി, ഇവരുമായുള്ള ബന്ധം ഇനി വേണ്ട. പലതും മറക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഇവനെയും ഇവൻ്റെ ഭാര്യയും കാണുമ്പോൾ എനിക്ക് പലതും ഓർമ്മയിൽ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനത്തോടു കൂടി എൻ്റെ ഭൂമി പൂജ ചെയ്യലും എനിക്ക് എൻ്റെ പുതിയൊരു ബിസിനസ്സിലോട്ട് കാലുവെക്കലൊക്കെ വേണം. അതുകൊണ്ട് ഇറങ്ങി പോവാൻ പറ എന്ന് പറയട്ടോ. അങ്ങനെ പ്രണവ് കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് പ്രണവ് ആ വീടിൻ്റെ പടിയിറങ്ങാണ്. പിന്നീട് പ്രണവിൻ്റെ മനസ്സിൽ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഇന്നലെ രാത്രി അമ്മയുടെ കയ്യിൽ കൊടുത്ത ഈ ഫയലിൽ അപ്പോഴിങ്ങനെ ഒരു പേപ്പറുകൾ അല്ലായിരുന്നു, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് അല്ലായിരുന്നു. എൻ്റെ ഏട്ടന് ഞാൻ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ തിരിച്ചായിരിക്കുന്നു? അപ്പൊ ഇങ്ങനെ പ്രണവിന്റെ കണ്ണിലൂടെ ഒരു കാര്യം ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. തലേ ദിവസം രാത്രി ശിവാനി വന്ന് തന്നോട് പാല് കുടിക്കാൻ പറയുന്നതും തനിക്ക് പാല് വേണ്ടെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് പറ്റത്തില്ല, പ്രണവ് ഓടിച്ചാടി നടക്കില്ല, ആ സമയം പാല് കുടിക്കണം എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചതും പിന്നീട് ആ കുടിച്ചതേ തനിക്ക് ഓർമ്മയുള്ളൂ. ഉറക്കത്തിലോട്ട് പോയ ആ രംഗമൊക്കെ ഇങ്ങനെ ഓർമ്മയിലോട്ട് വരേണ്ടിട്ട. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ പ്രണവിന് ഒരു കാര്യം ഉറപ്പായി, ഇതിന്റെ പിറകിൽ കളിച്ചത് അവൾ തന്നെയാണ്. എൻ്റെ ഏട്ടനിൽ നിന്ന് എന്നെ പിരിക്കുക എന്നുള്ളതാണല്ലോ അവളുടെ ലക്ഷ്യം, സ്വത്തുക്കളാണല്ലോ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നിങ്ങനെ ചിന്തിക്കാനായിട്ട് ഇതേ സമയം ശിവാനി ഇങ്ങനെ ഉമ്മറത്തിരിക്കുകയാണ്. അപ്പൊ ശിവാനി ഇരിക്കുന്നത് വസുന്ധരയുടെ കൂടെ ആയിരിക്കട്ടോ. അങ്ങനെ ഈശ്വര, ഇനിയിപ്പോ ഞാനാവുമോ എന്ന് ആ സത്യം പ്രണവ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് ഗർജിക്കുന്ന ഒരു സിംഹം വരുന്നത് പോലെ പ്രണവ് അങ്ങ് വരികയാണിട്ട്. എടി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പിടുത്ത് അങ്ങ് കഴുത്തിന് പിടിക്കാൻ. ഇതോടുകൂടി പാറു ഓടി വരികയാണ്. എന്താടാ നീ കാണിക്കുന്നത്? ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ നീ കഴുത്തിന് പിടിക്കണം? ഗർഭിണി, ഇവളെ പോലെ വൃത്തികെട്ടവൾ എവിടെയും ഉണ്ടാവില്ല, ഇത്രയും വൃത്തികെട്ടവളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്തിനാണ് എൻ്റെ ഏട്ടൻ്റെ സ്വത്തുക്കൾ നിന്നെ കടിച്ചു മാറ്റാൻ നീ ഇങ്ങനെ ശ്രമിക്കുന്നു? ഒരു തവണ നീ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ഏട്ടനിൽ നിന്ന് സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ഏട്ടൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നിനക്ക് തന്നതല്ലേ? പിന്നെയും നീ ഞാൻ ഇന്നലെ പോകുമ്പോൾ ആ ഡോക്യുമെന്റ്സ് എന്തിനു മാറ്റി വെച്ചു എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധര എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ ഉണ്ടായ സത്യങ്ങൾ ഇപ്പൊ തുറന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധരക്കും ദേഷ്യം പിടിക്കണേ. അങ്ങനെ പ്രണവ്, ഇവളെ ഞാൻ കൊല്ലു, മതി, എൻ്റെ ഏട്ടനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി എൻ്റെ ഏട്ടൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നത് എന്താ? എല്ലാ സ്വത്തുക്കളും കൂടി നമുക്ക് മാത്രം തിന്നാ മതിയാവില്ലല്ലോ. കാരണം എൻ്റെ ഏട്ടൻ ഉണ്ടാക്കിയ സ്വത്തുക്കളാണിത്. അപ്പോൾ എൻ്റെ ഏട്ടനെ അർഹിക്കുന്ന സ്വത്തുക്കളാണ്, ഒരിക്കലും ഈ ഈശ്വരമംഗലത്തെ സ്വത്തല്ലത് എന്ന് പറഞ്ഞിട്ട് പ്രണവ് ശിവാനിയെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ.